ബാക്ക് ടു മൈ ചാനൽ. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സെൻസറിങ്ങിൻ്റെയും ബാക്കി ഏജിൻ്റെയൊക്കെ ഇഷ്യൂവിനെയൊക്കെ ചൊല്ലി ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദേനി. ഈ ക്യാരക്ടറിൻ്റെ തന്നെ മെയിൻ പടമായിരുന്ന മികായലെടുത്ത പുള്ളിയായിരുന്നു. ഗ്രേറ്റ് ഫാദർ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളത്, ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ളത് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു ഗ്രേറ്റ് ഫാദർ. പുള്ളിയാണ് എടുത്തത്. പിന്നെ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത വേറൊരു ന്യൂ ബോളി ചിത്രവും പുള്ളി എടുത്തായിരുന്നു. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, മ്യൂസിക് രവി ബസ്രൂർ. നമ്മുടെ KGF-നെയൊക്കെ ഇത്രത്തോളം ഗംഭീര നിലയിൽ എത്തിച്ച മച്ചാൻ. അമ്പോ കിട്ടില്ല മ്യൂസിക്. അപ്പോൾ നമുക്ക് കുറേ ഭാഗത്തൊക്കെ മ്യൂസിക് നമ്മളിങ്ങനെ ജീവൻ വെച്ച് ശരിക്കും ഇരുത്തി. സീൻസ് കുറച്ച് ഡൗൺ ആയ ഭാഗത്ത് പോലും മ്യൂസിക് കാരണം നമ്മൾ ആ സീനിൽ ഇങ്ങനെ മുഴുകിയിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫി, ബ്രോ ചന്ദ്രു സെൽവരാജ്. ഇതിൽ കുറെ കിണ്ണം കാച്ചി ഷോട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ണിമൂന്തൻ. അത് വേറെ ഒരു കാര്യം, വേറൊരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഓഫ് ദിസ് മൂവി. പുള്ളിയും ക്യാമറമാനും കൂടി ഒരു ടൈപ്പിൽ അങ്ങ് എത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ കുറെ കിട്ടില്ല സാധനം. ഒരു സ്റ്റെയർ കേസിൽ നിന്ന് കയറി ഒരു കോറിഡോർ മൊത്തം ഇങ്ങനെ വില്ലന്മാരെ ഇങ്ങനെ തല്ലി കൊണ്ട് പോണ ഒരു സാധനമുണ്ട്. കുറെ ഇടത്തൊക്കെ സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡ് മാറ്റി വെച്ചിരിക്കുക. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഒറ്റ ഷോട്ടിലെടുത്ത സാധനം പോലെ തോന്നും നമുക്ക്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ്. കുറേയൊക്കെ സിംഗിൾ ഷോട്ടാണ്. അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു കണ്ടിന്യൂറ്റി വരത്തില്ല ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ. കേറിയടി. പിന്നെ അവസാനത്തെ നമ്മുടെ ഇതാണെങ്കിലും ആ ഒരു ഫാക്ടറിക്കകത്ത് ഉള്ള മറ്റേ തോക്കൊക്കെ വെച്ചുള്ള ബ്ലാസ്റ്റിങ്ങും സാധനങ്ങളൊക്കെ ആണെങ്കിലും കിടിലിനായിട്ട് ബോൾട്ട് ക്യാമറയൊക്കെ യൂസ് ചെയ്ത് കുറെ പൊളി ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കിണ്ണ കാച്ചി ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രെയിമൊക്കെ കൊണ്ട് നിറച്ചിരിക്കുക. എനിക്കത് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു കിടിലൊരു ഫ്രെയിം ഉണ്ട് കേട്ടോ. ഒരു പള്ളിമുറ്റത്ത് ഉണ്ണിമുന്തം വന്ന് ഇറങ്ങാണ് മഴയത്ത് കോടയം പിടിച്ച്. അപ്പോൾ പള്ളീന്റെ ഫ്രണ്ടില് 2 പേര് ഇങ്ങനെ കോടയം പിടിച്ച് ഇപ്പോഴുണ്ട്. രണ്ടാള് എന്ന് വെച്ചാൽ മോളിൽ നിന്നുള്ള ഷോട്ടാണ് കേട്ടോ. അപ്പൊ 2 കോടയന്റെ ഇടയിലോട്ട് പുള്ളി ഒരു കോടയം കൊണ്ട് വന്ന് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. എനിക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്ത് പൊളി സാധനമുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനത്തെ 2-3 കിണ്ണം കാച്ചി ഷോട്ടുകൾ. മ്യൂസിക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ജഗദീഷ് ഏട്ടൻ എന്തോ ഇതിലും വലുതായിട്ട് എന്തൊക്കെയോ ഈ പടത്തിൽ ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ സെൻസറിങ്ങിന്റെ ഇഷ്യൂ കാരണം അവർക്ക് കുറെയൊക്കെ ട്രിം ചെയ്യേണ്ടി വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ജഗദീഷ് ഏട്ടനെ റോക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഈ പടത്തിൽ ഉണ്ടായിരുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, പുള്ളീന്റെ ഇന്റർവ്യൂ കണ്ടതിലും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു ഇൻഫോർമേഷനാണിത്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പുള്ളീന്റെ ഒരു മാനറിസം, ആ വില്ലന്റെ സ്വാഗ്, ഇംഗ്ലീഷിലുള്ള കുറെ ഡയലോഗ്, ഞെരിപ്പ്. പിന്നെ സിദ്ദിഖിന്റെ കേസ് പറയണ്ടല്ലോ, മറ്റേ കേക്ക് വാക്കാണ് പുള്ളിക്ക്. ആ മികായൽ എന്നുള്ള പടത്തിൽ തന്നെ ആ ഒരു സൈക്കോ വില്ലനിസവും ഒരു ഇമോഷണൽ സാധനങ്ങൾ വന്നപ്പോഴേ എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ അവിടെ ബോധിച്ചായിരുന്നു. ആ പുള്ളി പറഞ്ഞ കാര്യത്തിന് കാര്യമുണ്ടെന്ന് ഇങ്ങനെ തന്നെ തോന്നിയായിരുന്നു. അവിടെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും കിണ്ണ കഥ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പ്രതികാര കഥ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇൻ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല. പിന്നീട് പറയാനാണെങ്കിൽ പിന്നെ ആരാണ് നല്ലത് ഇല്ല വില്ലൻ. ആ മച്ചാന്റെ പേരെന്തായിരുന്നു, നമ്മുടെ ടർബോയിലൊക്കെ ഉള്ള പുള്ളിയാണ് കേട്ടോ. കബീർ ദുഹാൻ സിംഗ്. പിന്നെ ആൻസം ബോളൊക്കെ ഉണ്ട്. കബീർ ദുഹാൻ സിംഗ് എന്ന് പറഞ്ഞ മച്ചാൻ. എന്റെ അണ്ണ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ല ഞാൻ കഴിഞ്ഞ കുറെ അവരാധ പടങ്ങളുടെ ലിസ്റ്റിൽ ഇതിനെ കൂടി കൂട്ടേണ്ടി വന്നേനെ. എന്നുവെച്ചാ പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ഫസ്റ്റ് ഹാഫില് ഇൻട്രോയിൽ ബ്ലോക്ക്, ഇടയ്ക്ക് വരുന്ന കുറച്ച് സീൻസ്, ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ പള്ളീന്റെ സീന്, ഇതൊക്കെ നല്ല രസമായിരുന്നു. ഉണ്ണിമൂന്തന്റെ ഇൻട്രോ തന്നെ നമുക്ക് എന്താ പറയാ, പുള്ളി ഒരു ആനിമൽ ആണെന്നുള്ളൊരു രീതി അവിടെ കാണിച്ചു വരുന്നുണ്ട്. പുള്ളി ഭയങ്കര ടോക്സിക് ആണ്, ഭയങ്കര ടെററാണ്. അതൊക്കെ എടുത്ത് കാണിച്ചു തന്നെയാണ് ആ ഒരു ഇൻട്രോ അവര് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണാൻ തന്നെ നമുക്ക് മനസ്സിലാവും അവന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്. കൊത്താൻ വരുന്നവനിട്ട് വെട്ടും, വെട്ടാൻ പറഞ്ഞവനിട്ട് കൊത്തും. ഈ ഒരു മോഡാണെന്ന് നമുക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട്. ശരി, ഒരു വില്ലൻ എന്ന് വെച്ചാ നമ്മുടെ പുഷ്പക്കിന് എതിരാളികളില്ലെന്ന് പറഞ്ഞ പോലെ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരും കീഴടങ്ങി. എന്നിട്ട് ഈ മച്ചാൻ കബീർ ദുഹാൻ സിംഗ് എന്ന് പറഞ്ഞ ഈ മച്ചാൻ വരുമ്പോ തൊട്ട്
സെക്കൻഡ് ഹാഫ് ഒന്ന് ഡൗൺ ആയിടത്തുനിന്ന് ഉയർത്തിപ്പിടിച്ചാണ് പോയത്. അവസാനത്തെ അരമണിക്കൂർ ഞാൻ ചോദിക്കുന്നിടത്തൊക്കെ പറഞ്ഞത് അവസാനത്തെ അരമണിക്കൂറാണ് പടം. അല്ലാത്ത പക്ഷം ഇത് എന്താ പറയാ, ഒരു ഭയങ്കര ഡീസന്റ് ഭയങ്കര മൈൽഡായിട്ട് കൊണ്ടിരുന്ന ഒരു കഥയും കുറെ പശ്ചാത്തലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫില് ഇന്റർവൽ ബ്ലോക്കിലൊക്കെ കുറെ ആ ഇന്റർവൽ ബ്ലോക്കിൽ ഒരു കണ്ടിന്യൂറ്റി ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എഡിറ്ററിന്റെ വക ഷമീർ മുഹമ്മദ് ആണ് ഇത് എഡിറ്റ് ചെയ്തത്. പക്ഷെ പുള്ളിക്ക് എവിടെയൊക്കെ പാളിച്ചകൾ പറ്റിയ പോലെ കുറെ എഡിറ്റിംഗ് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഒരു ഷോട്ട് കംപ്ലീറ്റ് ആവണതിന്റെ ഇടയ്ക്ക് അടുത്തൊരു ഷോട്ട് കയറി പറഞ്ഞ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക് എവിഡന്റ് ആയിരിക്കും. കുറെ പടങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ ആ ഒരു കഥേന്റെയോ അല്ലെങ്കിൽ കഥാപാത്രം ഇമോഷൻസിന്റെ ഒക്കെ ഒരു ഫ്ലോയിൽ അതങ്ങ് പറഞ്ഞു പോക്കോളും. പക്ഷെ ഇത് ഇവിടെ ഇമോഷണലി ഒട്ടും കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഈവൻ ആ ഒരു അവസാനത്തെ 30 മിനിറ്റ്സ് വരെ ഒട്ടും ഇമോഷണലി കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അവിടെ എന്തൊക്കെ നടക്കുന്നു, ഇവിടെ എന്തൊക്കെ നടക്കുന്നു. ഉണ്ണിമുന്തൻ ചിലപ്പോൾ സീരിയസ് ആകുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. മൂപ്പറുടെ ഒരു രീതി അറിയാമല്ലോ. നമ്മളിപ്പോ ബാക്കി ആര് ചെയ്താലും നമുക്ക് ആ ഒരു ഇത്ര ഒരു പ്രശ്നം തോന്നൂലായിരിക്കാം. ഞാൻ എങ്ങനെ പുള്ളീനെ ഇതാക്കി ചവിട്ടി താഴ്ത്തണമൊന്നുമല്ല. ഞാൻ പറയുമ്പോ ഈ ഒരു കഥാപാത്രം ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ഗാങ്സ്റ്റർ മോഡ് ഒരു ടെറർ സാധനം ചെയ്യാൻ ഉണ്ണിമുന്തനെ പറ്റുള്ളൂ. പുള്ളി എന്താ പറയാ പുള്ളിയൊക്കെ മറ്റേ സ്വഭാവ നടനല്ല, പുള്ളിയൊക്കെ മറ്റേ ഫിസിക്കും കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റൈൽ മന്നനാണ്. ഒരു പരിധി വരെ ഞാൻ ടോവിനോനെ മുമ്പ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അജയന്റെ 2ാം മോഷണം കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു പുള്ളി ഒരു സ്വഭാവ നടനാണ്. പുള്ളി ബിഹേവ് ചെയ്യും. ഈ ഉണ്ണീന്റെ കേസും ഇപ്പൊ ഇങ്ങനെയാണ്. പുള്ളി എന്താ പറയാ ആ ഫിസിക്ക്, പുള്ളിന്റെ ലുക്ക്, ആ കോസ്റ്റ്യൂം, ആ കൂളിംഗ് ഗ്ലാസ്, പുള്ളി വലിക്കണ ചുരുട്ട്, കയ്യിലുള്ള ഓർണമെന്റ്സ്, വരണ കാറ് എല്ലാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഷോട്ട് എല്ലാം പൊളിയാണ്, കിഴിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കുറെ കാശ് മുടക്കി നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറച്ചു വെക്കാനായിട്ട് കുറെ ഷോട്ടും ലക്ഷറിയാണ്. മൊത്തം ഫുൾ ലക്ഷറിയാണ്. അതായത് ഡിഫൻഡർ കാറുകളെ മൊത്തം വിലക്ക് വാങ്ങിച്ചതാണ്. പണ്ടത്തെ കാറിലെ പണ്ടത്തെ പടങ്ങളിലൊക്കെ നമ്മുടെ അംബാസഡറും സുമോയൊക്കെ വിലക്ക് വാങ്ങിക്കണവരാണ് ഇതിൽ ഡിഫൻഡർ വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപാടുണ്ട് കൊണ്ട് തട്ടിയിരിക്കുക. എന്നാ അണ്ടാച്ച വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞ് കൊണ്ട് തട്ടിയിരിക്കുകയാണ്. പിന്നെ ഒരു ഇത് ഞാൻ പറയുമ്പോൾ അറിയാലോ, ഇത് മോസ്റ്റ് വയലന്റ് പടമാണ്. ഭയങ്കര വയലൻസ് ആണ്. നമുക്ക് ഒരു രീതിയിലും സഹിക്കാൻ പറ്റാത്ത വയലൻസ് ആണ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ പറയും. പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. വയലൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. ഞാൻ പറഞ്ഞു അവസാനത്തെ ആ 30 മിനിറ്റ് നമുക്ക് ഇമോഷണലി ആയാലും നമുക്ക് എന്തെങ്കിലും അത്രയും നേരം ഇമോഷണലി ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ആ 30 മിനിറ്റിന് ശേഷം വയലൻസ്, അടിക്കടി, വില്ലന്മാര് വീട്ടിൽ കയറി ഒരു മെയ്യലുണ്ട്. അവിടെ നിന്ന് പടം മാറിയതാണ്. അതിന് തന്നെ തോന്നുന്നു അവിടെ ഇട്ട് പൊട്ടിക്കാൻ തന്നെയാണ് തോന്നുന്നു എല്ലാവരും തീരുമാനിച്ചത്. കുട്ടികളൊന്നും ഒരു കാരണവശാലും പടത്തിൽ കൊണ്ടുവരരുത്. അതിന് മാത്രമുള്ള സാധനങ്ങളൊക്കെ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് മലയാളത്തിൽ ഒറ്റ പടത്തിൽ ഒരു ഇത്രത്തോളം വയലൻസ് വന്നിട്ടില്ല. അപ്പൊ കുട്ടികളെ യാതൊരു കാരണവശാലും തിയേറ്ററിന്റെ ഭാഗത്തേക്കേ അടുപ്പിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ മറ്റേ എന്തിനാണ് OTT ഇറങ്ങിയ ശേഷം ഈ പടം ഏതെങ്കിലും സോഴ്സ് വഴി എടുത്തിട്ട് ഒന്നെങ്കിൽ സെൻസേർഡ് പക്ക സെൻസേർഡ് വേർഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ട് കട്ട് ട്രിം ചെയ്തിട്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കാണിക്കാനേ നിൽക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പിള്ളേരെ ഒരു കാരണവശാലും കാണിക്കരുത്. അത്യാവശ്യം ബുദ്ധിക്കൊക്കെ വിവരമുള്ള ഒരു 12-13 അത്രയും ഞാൻ പറയില്ല, ഒരു 14-15 വയസ്സുള്ള പിള്ളേർക്കൊക്കെ കാണാൻ തോന്നുന്നു. ഞാനൊക്കെ പണ്ട് ഇങ്ങനത്തെ പടമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററുകാരും കുറച്ച് കർശനമാക്കണം. ചുമ്മാ പിള്ളേരെ കയറ്റി ഫാമിലിയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വാള് വെക്കും. ഈ സാധനങ്ങളാണ് കില്ലിന്റെ അപ്പൻ ഞാൻ പറയും. കില്ലിലൊരു സാധനം ഉണ്ടോ അതിന്റെ ഇരട്ടി ഉണ്ട് ഇതില്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞതാണ് മെയിൻ പോസിറ്റീവ് വൈസ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നെഗറ്റീവ് സൈഡിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരിടത്ത് ഭയങ്കര കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എനിക്ക് തോന്നി. ഇമോഷണലി കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഒരു ഭയങ്കര എന്താ പറയാ ഭയങ്കര മൈൽഡായിട്ടാണ് സ്റ്റോറി ഒക്കെ കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ഇൻട്രോ ഇന്റർവെല്ല് ഇടയ്ക്ക് വരുന്ന ഒരു സീനുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കാണാൻ മനസ്സിലാവും. ഒരു സീൻ, പിന്നെ ഫൈറ്റ് സീക്വൻസസ്, എല്ലാ ഫൈറ്റ് സീക്വൻസസും, പിന്നെ ക്ലൈമാക്സ് 30 മിനിറ്റ്. ഇതാണ് പടം. ബാക്കി യു ഗൈസ് എൻജോയ് ഇറ്റ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബൈ ബൈ. അപ്പോൾ ഈവനിങ് എക്സ്ട്രാ ഡീസൻ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ വിടുതലയും കാണുന്നുണ്ട്. മേ ബി നാളെ രാവിലത്തേക്കായിരിക്കും വീഡിയോ വന്നത്, എനിക്കറിഞ്ഞൂടാ. പിന്നെ ഐമാക്സുകാർ വില കുറച്ചു എന്ന് ഞാൻ കേട്ടു. അടുത്ത ഒരു 2 ദിവസത്തിനുള്ളിൽ മുഫാസയെ ഞാൻ കാണുന്നതായിരിക്കും. കണ്ടിട്ട് വീഡിയോ ഇടാം ഗൈസ്. ബൈ ബൈ.